ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പച്ച ചീര കൊണ്ടുള്ള നല്ലൊരു തോരനാട്ടോ. പച്ച ചീരയും നമ്മൾ ചെറുപയർ പരിപ്പും കൂടി ചേർത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കെട്ട ചീരയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തോരനുണ്ടാക്കാം. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ടു, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒപ്പം തന്നെ നമ്മൾ വേഗത്തിൽ ചെറുപയർ പരിപ്പ് കഴുകിയത് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ പരിപ്പൊന്ന് വേവട്ടെ. അടച്ച് വെച്ച് തീ സിമ്മിൽ വെക്കണം. ഇവിടെ അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം നാളികേരം, 2 പച്ചമുളക്, 3-4 ചെറിയ ഉള്ളി. അതൊന്ന് ചതച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ പരിപ്പ് ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ചീര അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് ചീരയും പരിപ്പും കൂടി നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ചീരയും പരിപ്പും കൂടി നല്ലോണം മിക്സ് ചെയ്തു. ഇനി വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് ഇവിടെ മിക്സിയിലേക്ക് ഞാനിവിടെ പച്ചമുളകും ഉള്ളിയും അതുപോലെ നാളികേരക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം. ഒന്ന് ചതച്ചെടുക്കേ വേണ്ടൂ കേട്ടോ, നന്നായിട്ട് അരയൊന്നും വേണ്ട. ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം ചീഞ്ചട്ടി. നമ്മുടെ ചീര പകുതി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. മുഴുവൻ വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചു. ഇനി 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം കേട്ടോ. ചീരയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച നാളികേരം, ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നാളികേരമൊക്കെ എല്ലായിടത്തും ആവണ പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ തയ്യാറായി. അപ്പോൾ നമ്മൾ വീണ്ടും അടയ്ക്കുകയാണ്. 2 മിനിറ്റ് കൂടി അടച്ച് വയ്ക്കുക. അതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. നല്ല സൂപ്പർ തോരൻ തയ്യാറായിട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് സെർവിങ് ബോളിലേക്ക് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ തയ്യാറായി. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.